ദൈവമുണ്ടെങ്കിൽ എന്തിനീ ദുരന്തം, വേദനകൾ, സഹനങ്ങൾ? പ്രപഞ്ചശില്പിയായ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി മനുഷ്യർ ഈ ചോദ്യമുന്നയിക്കുന്ന നാളുകളാണ്. വേദന വളരുന്ന ഈ നാളുകളിൽ ദൈവത്തിന് നമുക്ക് മുന്നിൽ നിരത്താനുള്ളത് ഒരു പിടി ചോദ്യങ്ങൾ തന്നെയാവണം. എന്റെ നെഞ്ചിലെ സ്നേഹത്തിൽ പൊതിഞ്ഞ് മെനഞ്ഞുണ്ടാക്കിയ നിനക്കു പാർക്കാൻ സുന്ദരമായ ഒരു ഭൂമി ഞാൻ സമ്മാനിച്ചു. എന്നാൽ നീ അതിനെ നിന്റെ സ്വാർത്ഥതകൾക്കു വേണ്ടി ഏറ്റവും വൃത്തിഹീനമാക്കി മാറ്റി. നിനക്കു വേണ്ടി തെളിനീരുറവുകൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. നീ അതിനെ നിനക്കു വേണ്ടാത്തവ നിക്ഷേപിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റി. നിനക്ക് തണലേകുവാനും തുണയേകുവാനും ഞാനൊരു ഹരിതലോകം നട്ടുവളർത്തി. എന്നാൽ നിങ്ങളുടെ ലാഭക്കണ്ണുകൾ ആ ഹരിത ഭംഗി തുടച്ചു മാറ്റി. മറ്റൊരു ജീവജാലങ്ങൾക്ക് ഞാൻ നൽകാത്ത ബുദ്ധി എന്ന വലിയ ദാനം ഞാൻ നിങ്ങൾക്ക് നൽകി. നിങ്ങൾ അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി, യുദ്ധങ്ങൾ സൃഷ്ടിച്ചു. നിരാലംബരായ, നിസ്സഹായരായ, നിരപരാധികളായ ഒരു പിടി മനുഷ്യ മക്കളുടെ ജീവനുകൾ കൊയ്തുകൂട്ടി. നിങ്ങൾ അധ്വാനിക്കാത്ത, വിയർപ്പൊഴുക്കാത്ത, അർഹിക്കാതിരുന്നിട്ടും ദാനമായി കിട്ടിയ സകലത്തിനെയും നിങ്ങൾ മലിനമാക്കി. മഴയ്ക്ക് പഴയ താളമില്ല, ഋതുക്കൾക്ക് നാളുകൾ നിശ്ചയമില്ല, ഭൂമിയുടെ ഉറവുകൾക്ക് നീരൊഴുക്കാനാകുന്നില്ല. വയലെന്തെന്ന് പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. മാനം വിരിച്ചു പിടിച്ച കുട പിളർന്ന് തീനാവുകൾ ഭൂമിയുടെ മാറിനെ പൊള്ളിക്കുന്നു. ഉള്ളവനെന്നും വയറു നിറച്ചുണ്ട് അന്നമില്ലാതെ നരകിച്ചു മരിക്കുന്ന അനേകായിരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് കിടന്നുറങ്ങും. ദൈവം ദാനമായി തന്ന സകലത്തിനെയും ഇന്നോളം ചൂഷണം ചെയ്ത് നമ്മെ ഇന്നൊരു കുഞ്ഞു വൈറസ് തൊട്ടപ്പോ നമുക്ക് വല്ലാതെ പൊള്ളി. നമ്മൾ ഈ പ്രപഞ്ചത്തോട് കാട്ടിക്കൂട്ടിയവയോട് തുലനം ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ചങ്ങാതി. മനസ്സിലാക്കണം, ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളോടും ഐക്യത്തിൽ പുലരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലാതെ അവയ്ക്ക് അറുതി വരുത്തുന്നവരാകാൻ വിളിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് ദൈവത്തിനൊരു DNA ടെസ്റ്റിന് എഴുതുന്നതിന് മുമ്പ് ഹൃദ്യമായ ഈ പ്രപഞ്ചത്തിലേക്ക് നന്മയുള്ള മിഴികളുമായി ഒന്ന് നോക്കണം ചങ്ങാതി. ദലമർമരങ്ങളിൽ പോലും പിന്നെ ഈ ദൈവത്തിന്റെ കാലൊച്ച നിനക്ക് കേൾക്കാം. ये दोबारा फिर दूंगा मैं, ठीक है? चार चपाती खा लोगे ना? मुंह धोने के लिए दूसरा देते हैं, पीने के लिए यार ये वाला, ये ले लो मुंह धोने के लिए। चलो ये खाओ पहले मेरे सामने, इसको खत्म करो। ये डिब्बियाँ उसके बाद फेंक देनी है, ठीक है? कल को शाम को और ला के दूंगा फिर। गड्डी रेडी पड़ी है जो ऑटो वगैरह जिनमें जाने की कोई आने तेरी बात यार पता नहीं तेरे किसी और को इनके फिर बाद में ये रख ले अपने, जब खा लेंगे तो फिर
നമസ്കാരം, ഫിലിപ്പ് മമ്പാടാണേ. ഈ ഭൂമി ആർക്കാണ് സ്വന്തം? ഉറപ്പായും മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമാണ് ഈ ഭൂമി. എന്നാൽ നമ്മൾ എന്താണ് ചെയ്തത്? മറ്റ് ജീവികളെയെല്ലാം അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് വിരട്ടിയും തുരത്തിയും ഓടിച്ചും കൊന്നും തിന്നും കുഴിച്ചു മൂടിയിട്ടും ആ ഇടങ്ങളെല്ലാം നമ്മൾ അതിക്രമിച്ച് കീഴടക്കി. കാടുകളെ വെട്ടിനിരത്തി കോൺക്രീറ്റ് ബീമുകൾ കെട്ടിപ്പൊക്കി. കടലുകളെ മാലിന്യ കൂമ്പാരങ്ങളുടെ കുപ്പത്തൊട്ടിയാക്കി മാറ്റി. വായുവിനെ മലിനസമാക്കി. പക്ഷികളെയും പറവകളെയും തുമ്പികളെയും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. മനസാക്ഷിയുള്ള ആരോ ഇതേപ്പറ്റി ചോദ്യം ചെയ്തപ്പോൾ ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അഹങ്കാരത്തോടെ തത്വം പറഞ്ഞു. ഇപ്പോൾ ഈശ്വരൻ തന്നെ പരിഹാരം ചെയ്യുകയാണ്. വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കേണ്ട. ഒരേ ഒരു വൈറസ്, കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു കൃമിയെ അയച്ച് മുഴുവൻ മാനവരാശിയുടെയും കണ്ണിൽ കുത്തിയിറക്കിയിരിക്കുന്നു. ഏറ്റവും ചെറിയ വത്തിക്കാൻ മുതൽ ഏറ്റവും വലിയ റഷ്യ വരെ പരന്നു കിടക്കുന്ന 174 രാജ്യങ്ങൾ ഒരേപോലെ വിരണ്ടു നിൽക്കുകയാണ് ഈ വൈറസിന്റെ മുമ്പിൽ, COVID-19. പുറത്തിറങ്ങാതെ വീടുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയുന്നവർക്ക് മാത്രം രക്ഷ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ശാസ്ത്രലോകം. സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇത് പാലിക്കുന്നവർക്ക് മാത്രം പകർച്ച പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് അധികാരികൾ അക്കമിട്ട് പറയുന്നു. സിനിമാ ഹീറോകൾക്കും ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവർക്കും സാമ്പത്തികത്തിന്റെ മുകൾ തട്ടിൽ പരന്നു കിടക്കുന്നവർക്കുമെല്ലാം ഈ അസുഖം തൊട്ട് തലോടിയാണ് കടന്നുപോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും സംഭവിച്ചാൽ സോഷ്യൽ ഗാദറിംഗ് പാടില്ല എന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമാണ് ഏക പോംവഴിയെന്നും ഒരു വർഷം മുമ്പ് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഭ്രാന്തൻ എന്തോ പുലമ്പുകയാണെന്ന് പറയും, അല്ലേ? ഇപ്പോൾ എന്തായി? ഒരേ ഒരു മാസം കൊണ്ട് ലോകം തന്നെ തലകീഴായി മറിഞ്ഞിരിക്കുകയാണ്. ഭരണാധികാരികൾ രാജ്യത്ത് നടക്കുന്ന ദുരന്തത്തെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നു. നിരത്തിൽ വാഹനങ്ങൾ ഓടാത്തതുകൊണ്ട് വായുവിൽ നൈട്രജൻ ഡയോക്സൈഡിന്റെ അളവ് നന്നെ കുറഞ്ഞിരിക്കുന്നു. ചെടികളും പുൽക്കൊടികളും വള്ളിപ്പടർപ്പുകളും മരങ്ങളും നമ്മെ നോക്കി പുഞ്ചിരിക്കുകയാണ്. കപ്പലുകളും തോണികളും മീൻപിടുത്തക്കാരും അതുപോലെ അലക്കലും കുളിക്കലും ഇതെല്ലാം ഇല്ലാതായപ്പോൾ കടലിലെയും ആറ്റിലെയും വെള്ളം തെളിയുന്നു. ഗൊണ്ടോല തോണികളുടെ തുടുപ്പുകൾ അടിക്കാത്തതിനാൽ വെന്നീസ് നഗരത്തിലെ ജലം കോരിക്കുടിക്കുവാൻ പോലും തോന്നിപ്പോകും. അരയന്നങ്ങൾ ശാന്തമായി നീന്തി നടക്കുന്ന ഇറ്റാലിയൻ ബീച്ചിലെ കാഴ്ചകൾ. ആഴക്കടലിലേക്ക് പോയിരുന്ന ഡോൾഫിനുകൾ കരയ്ക്കടുത്ത് വന്ന് നീന്തി വിളയാടുന്നു. അമ്പരചുംബികളുടെ നഗരമായ ഇറ്റലി ഇന്ന് ഒരു ഇരുണ്ട നഗരം പോലെ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. ഹൈസ്പീഡ് കാറുകൾ പറക്കാത്ത സിംഗപ്പൂർ നഗരം ആദ്യമായിട്ടാണ് കാണുന്നത്. റോഡരികിൽ നീർനായ്ക്കൾ കളിച്ചു നടക്കുന്ന കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഇസ്രയേലിലേക്ക് നോക്കൂ, ടെലവീവ് എയർപോർട്ടിലെ താറാവുകൾ നടന്നു പോകുന്ന കാഴ്ച. ഷിക്കാഗോ അക്വേറിയത്തിൽ മനുഷ്യർക്ക് വിലക്കേർപ്പെടുത്തിയതുകൊണ്ട് മനുഷ്യരാരും അങ്ങോട്ട് വരുന്നില്ല. പകരം അവിടെ താമസിക്കുന്ന എഡ്വേർഡ്, ആനി എന്നീ 2 പെൻഗ്വിനുകൾ ജോഡിയായി ചുറ്റി നടന്ന് മറ്റു കടൽ ജീവികൾക്ക് ഹായ് പറയുന്നു. മനുഷ്യൻ പ്രപഞ്ചത്തിൽ സ്വതന്ത്രനായി വാണ സമയത്ത് ജീവിക്കാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന മൃഗങ്ങളും പക്ഷികളും പ്രാണികളും പറവകളും ഇവയെല്ലാം മനുഷ്യൻ തന്റെ വസതികളിൽ അടങ്ങിയിരിക്കുന്ന സമയത്ത് സ്വന്തമായും ചുറ്റിത്തിരിയുന്നത് കാണുമ്പോൾ കൊറോണ വന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകുന്നു. എവിടെ തിരിഞ്ഞാലും മറ്റു ജീവജാലകങ്ങൾ അവരവരുടെ പ്രദേശങ്ങളിൽ ആനന്ദത്തോടെ വാഴുന്നത് കാണാൻ എന്ത് രസമാണ്. മറ്റു രാജ്യങ്ങൾക്ക് വന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തിന് വരില്ല എന്ന് ആർക്കും ഉറപ്പില്ല. എന്നാൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും. നമ്മുടെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒന്നായിരിക്കുന്ന നേരത്ത് തീർച്ചയായും ഇതേപ്പറ്റി സംസാരിക്കണം, ചിന്തിക്കണം. പ്രകൃതിക്ക് വിപരീതമായും എന്തെല്ലാം പാപങ്ങൾ ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കാം. നായയോ പൂച്ചയോ കുരുവിയോ മറ്റെന്തെങ്കിലും ജീവൻ ഭൂമിയിൽ നമ്മുടെ സമ്മതമില്ലാതെ ജീവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തടുത്ത് വിരട്ടി ഓടിച്ചതെല്ലാം ഒരു തവണ റിവേഴ്സ് ചെയ്ത് നോക്കാം. ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല. മറ്റെല്ലാ ജീവജാലങ്ങളോടൊപ്പം കുറച്ചു കാലം പങ്കിട്ട ശേഷം മുകളിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ ദൈവം നമുക്ക് വാടകയ്ക്ക് തന്നതാണ് ഈ മനോഹരമായ ഭൂമിയെ. നമ്മളെ ചിന്തിപ്പിക്കാനാണ് ലോകത്തിന്റെ സൃഷ്ടാവ്
ഇങ്ങനെ പാകപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ആദ്യമായാണ് മക്ക, മദീന, ജുമാ മസ്ജിദ്, മക്ക മസ്ജിദ്, തജുൽ മസ്ജിദ്, ബര, ഇമാബ്ര ലക്നൗ, ജുമാ മസ്ജിദ് അജ്മീർ, ബദരിനാഥ് ക്ഷേത്രം, മീനാക്ഷി ടെമ്പിൾ, കേദാർനാഥ് ക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ, സോമനാഥ് ക്ഷേത്രം, ശബരിമല, ഗുരുവായൂർ ക്ഷേത്രം, ചോറ്റാനിക്കര അമ്പലം, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, വത്തിക്കാൻ ചർച്ച്, ബസലിക്ക ചർച്ച്, സാന്റോക്കൂർ ബസലിക്ക, വേളാങ്കണ്ണി ദേവാലയം, സെന്റ് പോൾ കത്തീഡ്രൽ, വല്ലാർപാടം തുടങ്ങി ഭൂമിയിൽ 80% ചർച്ചുകളും ക്ഷേത്രങ്ങളും മസ്ജിദുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുർബാനകളും കുതുബകളും മതപണ്ഡിതർ മാനവ നന്മയ്ക്കായി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര നാൾ? സംശയിക്കൊന്നും വേണ്ട. മതനിയമങ്ങള് മനുഷ്യനായി പങ്കുവെക്കുകയാണ് മാനവരാശിയുടെ തുടർ ജീവിതത്തിനായി മാത്രം. വെറും വാശിയും ശത്രുതയും പിണക്കവും മറന്ന് ഒന്നാകാം. വലിയവനോ ചെറിയവനോ ഇല്ലാതെ, മുൻവിധികളില്ലാതെ ഒന്നായി തീരാൻ ഇതിലും പറ്റിയ സമയം പിന്നെ എപ്പോഴാണ്? അകന്നിരിക്കാൻ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. പക്ഷെ അടുത്തിരിക്കാൻ ഒറ്റ കാരണം മതി: വിട്ടുവീഴ്ച. ഈ ലോകമാരിയെ, മാനവരാശിയുടെ അന്തരീക്ഷത്തിൽ നിന്നും നമുക്ക് തുടച്ചു നീക്കാം. കൊറോണ എന്ന ഈ കൃമിയെ തുരത്താൻ അധികാരികളുടെ വാക്കുകളും അറിവുകളും एडवांस कर, आगे बढ़, चल। दोनों मिनट के बचन, सो जा, रास्ते में सो जा, नीचे बैठ। सो जा, नहीं तो पीटूंगा पूरे से, सो जा, सो जा रास्ते में। उनसे दुकान से आ रहा है, हम दुकान से आ रहा है, आगे बढ़, एडवांस, उल्टे सो। रे उल्टा सो, उल्टा। राशन दुकान से आ रहा है सर। तो मैं बोल रहा हूँ सो जा, नहीं तो मार खाएगा। चल आगे बढ़, आगे बढ़, आगे बढ़। तुम लोग मिलकर चाल चलाओ। जी जी चल रहा हूँ, मैं चल रहा हूँ। चल सर, चल रहा हूँ। आगे बढ़, आगे बढ़, चल चल। ट्रेनिंग कैसे होता है बताता हूँ। चल चल। अरे भाई आप लोग
ओपन मारो डोर ओपन मारो इस जनाजा सर है यार बंद मारो तो फिर हो रही है ना साइकिल कर शेयर बड़ा निन मीटिंग ಬೇಡ ನಿಮ್ಗೆ ಯಾರು ಹೇಳಿರಲ್ಲ ಅವ್ರಿಗೆ ಮೀಟಿಂಗ್ ಏನು ಸಂಬಂಧ ಅವ್ರಿಗೆ ಮಜ್ಜಿದಲ್ಲ ಗಾಡಿ ಎಲ್ಲ ತಗೊಂಡಿದ್ದಾರೆ ಸರ್ ಮಜಿದ್ ಲಾಕ್ ಮಾಡಿ ಸೀಲ್ ಮಾಡು ಮಜಿದ್ ಲಾಕ್ உங்களுக்கு கொரோனா வர சொல்லுங்க. இது என் ஊரு, என் கோட்டை, இங்க வர சொல்லுங்க. அவர் என்ன ஓட்டு கட்டு மட்டும் இப்படி வர்றாருல, அப்புறம் எனக்கு இங்க வர சொல்லுங்க, இந்த இடத்துக்கு வர சொல்லுங்க. நான் தான் கேட்டேன், நீ ஓவரா ஆடிட்டு இருக்க. ஆடெல்லாம் இல்லை, என் உரிமை மறுக்க போடும் போது அயல்நாட்டில் அடிமையாக்க போடுறேன். வர சொல்லுங்க இங்க. நீ கேட்கறதா யாரும் முன்னாடி இல்லை, முன்னாடி வந்து கேள்வி கேட்க சொல்லுங்க. ஏன், எதற்கு, எப்படி, எங்கே, எப்பொழுது, அதுக்கான ஆன்சர் இருந்தா சார் அதான் வேலையா ஏண்டா எதுக்காக நல்லது சொல்றாங்கன்னு கூட தெரியாது. போலீஸ் டாக்டர் உயிரை பழைய வச்சு டாக்டரும் போலீஸ் எல்லாம் வேலை பார்த்துட்டு இருக்கான். நீ அறிவழியா வெளில சட்டம் பேசியா വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നുവെന്നാണ് മാർച്ച് 17 അമേരിക്കൻ ന്യൂസ് വീക്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ലോകം അത്ഭുതത്തോടെയാണ് ഈ റിപ്പോർട്ട് ശ്രദ്ധിച്ചത്. വൻ പ്രതികരണങ്ങൾക്കും ഇത് വഴിയൊരുക്കി. സൗദിയിലെ അറബ് പത്രങ്ങൾ വരെ പ്രാധാന്യത്തോടെ ഈ ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിന് മുഹമ്മദ് നബി നിർദ്ദേശിച്ച ക്വാറന്റൈൻ പ്രാക്ടീസിംഗ് അത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ അധ്യാപനമാണെന്നാണ് ലേഖകൻ ക്രെയ്ഗ് കോൺസിഡിൻ പറയുന്നത്. അതുപോലെ ശുചിത്വം, കൈകളും മുഖവും കഴുകാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രവാചക അധ്യാപനങ്ങളുടെ മാഹാത്മ്യവും അവയുടെ സാർവകാലിക പ്രസക്തിയും വിളിച്ചോതുന്നുവെന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ കൊറോണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയാനുള്ള നിർദ്ദേശങ്ങളുടെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബിയാണെന്നാണ് വിലയിരുത്തൽ. മഹാമാരി തടയാൻ പ്രാർത്ഥന മാത്രം മതിയോ എന്ന തലവാചകത്തിലുള്ള ലേഖനം മനുഷ്യൻ ചെയ്യേണ്ടുന്ന മുൻകരുതലുകളും ജാഗ്രതയുമാണ് പ്രാർത്ഥനയ്ക്ക് മുമ്പായി വേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന ലേഖകൻ, ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷമായിരിക്കണം നിങ്ങൾ ദൈവത്തിൽ ഭരമേൽപ്പിക്കേണ്ടത് എന്ന മുഹമ്മദ് നബിയുടെ പ്രസിദ്ധമായ വചനവും ഉദ്ധരിക്കുന്നുണ്ട്. കോവിഡ് വിഷയത്തിൽ CNN അറബി ചാനൽ അടുത്തിടെ പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ടും ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു. പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ അത് തടയാൻ വ്യക്തിശുചിത്വവും ക്വാറന്റൈനും നിർദ്ദേശിച്ച ഒരാളെ അറിയാമോ എന്ന് ചോദിച്ച ചാനൽ അവതാരകൻ അത് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞതാണ് ലേഖകൻ ഉദ്ധരിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മാരകമായ പകർച്ചവ്യാധി നേരിടുന്ന അവസ്ഥയിൽ മുഹമ്മദ് നബി പറഞ്ഞത് ലോകം അത്ഭുതത്തോടെയാണ് ഇന്ന് നോക്കിക്കാണുന്നത്. നിങ്ങൾ ഒരു പ്രദേശത്ത് പകർച്ചവ്യാധി ഉണ്ടായതായി അറിഞ്ഞാൽ അവിടേക്ക് പോവരുത്. നിങ്ങൾ ഉള്ള സ്ഥലത്ത് അതുണ്ടായാൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യരുത് എന്ന പ്രവാചക വാക്യത്തിലധികമായി പകർച്ചവ്യാധി മുൻകരുതലിനെ കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിനും ഒന്നും പറയാനില്ല. പകർച്ചവ്യാധി ബാധിച്ചവരെ അതില്ലാത്തവരിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന നബിവചനവും ന്യൂസ് വീക്ക് ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. രോഗം വന്നവനും ആരോഗ്യവാനും തമ്മിൽ അകലം പാലിക്കേണ്ടതിൻ്റെ അനിവാര്യതയോടൊപ്പം
വ്യക്തിഗത ശുചിത്വത്തിൻ്റെ പ്രാധാന്യവും മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ശുചിത്വം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാചകം ലേഖകൻ ഉദ്ധരിച്ചു. ഉണർന്നാൽ നീ ആദ്യം കൈ രണ്ടും കഴുകണം, കാരണം ഉറക്കത്തിൽ അവ എവിടെയായിരുന്നു എന്ന് നിനക്കറിയില്ല. ആഹാരം കഴിക്കുന്നതിന് മുമ്പും പിൻപും കൈ രണ്ടും കഴുകുന്നതിലാണ് ആഹരിക്കുന്നതിലെ ധന്യത തുടങ്ങിയ പ്രവാചക ഉപദേശങ്ങളും ന്യൂസ് വീക്ക് ലേഖനത്തിൽ ഉണ്ട്. കൊറോണയെ ചെറുക്കാനും വൈറസ് മൂലമുള്ള രോഗബാധ തടയുന്നതിനും പ്രധാനമായി പറയുന്നത് കൈകൾ രണ്ടും കഴുകുന്നതിനെക്കുറിച്ചാണ്. ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ദിവസവും വിവിധ സമയങ്ങളിലായുള്ള 5 നേരത്തെ നമസ്കാരത്തിന് മുൻപ് 3 പ്രാവശ്യം വീതമാണ് കൈയും മുഖവും കൈകാലുകളും കഴുകുന്നത്. ശുചിത്വം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന നബിവചനം അനുസരിച്ച് നമസ്കാരം, ഞാൻ ലൗലി ജനാർദ്ദനൻ. ശ്രീ അനിൽ ചേർത്തല രചിച്ച തീയിൽ കുരുത്തവർ എന്ന കവിത നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിക്കുന്നു. കണ്ണു കടലാക്കുവാനും കിരാതമായി കരളു കനലാക്കുവാനും മനസ്സു മരണക്കട്ടിലാക്കുവാനും മടിയിൽ ഒളിപ്പിച്ച വിഷവിത്തുമായി വന്നു മാടി വിളിക്കും കരിംഭൂതമേ കൊറോണേ കൊറോണേ. മലയാള മണ്ണിത് തീയിൽ കുരുത്തതാ, വെയിലേറ്റുവാടില്ല, വളരില്ല നീ, വളരില്ല നീ. ഹസ്തദാനങ്ങളിൽ അറിയാത്ത നോടലിൽ ശ്വാസ നിശ്വാസത്തിലൊളിയിരിക്കാൻ, തനുവിൻ്റെ തണലിലെ തപസിൻ്റെ മൗനമായി ഉള്ളിൽ കടന്നു കുടിയിരിക്കാൻ, വിസ്ഫോടനത്തിൻ്റെ വിളനിലമാക്കി നീ പെറ്റു പെരുകി കുതിച്ചു പായാൻ പഴുതില്ല. തീമണ്ണിതതിജീവനത്തിൻ്റെ മറുവാക്കു മലയാളമെന്നോർക്കുക. തീമണ്ണിതതിജീവനത്തിൻ്റെ മറുവാക്കു മലയാളമെന്നോർക്കുക. മറുവാക്കു മലയാളമെന്നോർക്കുക. ഈ യുദ്ധഭൂമിയിൽ ആയുധം ഞങ്ങൾ ഈ മാസ്കിനെ പരിചയായി മുന്നിൽ നിർത്തും. ശുദ്ധി തന്മൂശയിൽ വൃത്തി കടഞ്ഞുള്ള പടവാളിനാൽ ഞങ്ങൾ വെട്ടി വീഴ്ത്തും. പെരുകുവാൻ കൃഷിഭൂമിയാകില്ല ഞങ്ങളോ ഒരുമിച്ചു കൂടുന്നതൊഴിവാക്കിടും. ഞങ്ങളൊരുമിച്ചു കൂടുന്നതൊഴിവാക്കിടും. മലയാള മണ്ണിതു തീയിൽ കുരുത്തതാ, വെയിലേറ്റുവാടില്ല, തളരില്ല നാം. മലയാള മണ്ണിത് തീയിൽ കുരുത്തതാ, വെയിലേറ്റുവാടില്ല, തളരില്ല നാം. വെയിലേറ്റുവാടില്ല, തളരില്ല നാം. തളരില്ല നാം, തളരില്ല നാം. തളരില്ല, തളരില്ല, തളരില്ല നാം.